സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജയ്കോയിൽ തന്നെ. ജയ്കോ ജ്യുവൽസ്, തൊടുപുഴ. മൂവാറ്റുപുഴയിലെ വ്യാപാരികളെ ദുരിതത്തിലാക്കിയാണ് നഗരവികസന പ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്ന് BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ. ഒരു ദിവസം 10 മീറ്റർ ദൂരത്തിലുള്ള പ്രവർത്തനം പോലും നടക്കുന്നില്ലെന്നും അരുൺ പി മോഹൻ. മൂവാറ്റുപുഴയുടെ വികസനത്തിനും നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരമാകുന്ന നഗര റോഡ് വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്ന് BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ. 1.5 വർഷം മുൻപ് ആരംഭിച്ച നഗരവികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഇത് മൂവാറ്റുപുഴയിലെ പൊതുജനങ്ങളെയും വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും അരുൺ പി മോഹൻ കൂട്ടിച്ചേർത്തു. നഗരവികസനം നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA പറയുമ്പോൾ കേവലം 10 മീറ്റർ ദൂരത്തിൽ പോലും ഒരു ദിവസം നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലെന്നും അരുൺ പി മോഹൻ. നഗരവികസനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് MLA പറയുമ്പോൾ ഒരു ദിവസം ഒരു 10 മീറ്റർ പോലും വർക്ക് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നിട്ടുള്ള വർക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ 10 മീറ്റർ വെച്ചിട്ട് ഒരു ദിവസം വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞാലെങ്കിലും പോലും ഈ പ്രവർത്തനങ്ങളൊന്നും തീരുകയില്ല എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ശാസ്ത്രീയപരമായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഓട നിർമ്മാണം വളരെ അശാസ്ത്രീയപരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലങ്ങളിലും ഓരോ കെട്ടിടങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പല സ്ഥലങ്ങളിലും 15 സെൻറ്റിമീറ്ററോളം താഴ്ച വന്ന് അടുത്ത സ്ഥലം വരുമ്പോൾ വീണ്ടും 15 സെൻറ്റിമീറ്റർ പൊങ്ങി ആ ഒരു ഇടവേളകളിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുവാൻ പാകത്തിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നിട്ടുള്ളത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണവും തീർത്തും അശാസ്ത്രീയമാണെന്നും വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അരുൺ പി മോഹൻ ആരോപിച്ചു. മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളെയും പൊതുജനങ്ങളെയും ദുരിതത്തിലാക്കിയാണ് നഗരവികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശബരിമല സീസൺ ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴയിലെ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ഗതാഗത കുരുക്കും അയ്യപ്പ ഭക്തരെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. മൂവാറ്റുപുഴയിലൂടെ യാത്ര ചെയ്യുന്ന ശബരിമല തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും ദുരിതമാകുന്ന ഗതാഗത കുരുക്കിനും തകർന്നു കിടക്കുന്ന റോഡുകൾക്കും ഉടനടി പരിഹാരം കാണണമെന്നും അരുൺ പി മോഹൻ ആവശ്യപ്പെട്ടു. ഇത് കൂടാതെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെ അടക്കം വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പല കടകളുടെയും മുമ്പിലുള്ള അവസ്ഥകൾ. അവിടെ കടകളിലേക്ക് അവിടുത്തെ കസ്റ്റമേഴ്സിന് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ പല കച്ചവടക്കാരും ഇന്ന് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ ശബരിമല സീസണിൽ മറ്റുള്ള മുഴുവൻ ശബരിമലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട മുഴുവൻ വഴികളും അവിടെ മെയിൻ്റനൻസ് നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മൂവാറ്റുപുഴയിൽ മാത്രം, ഈ പ്രദേശത്ത് മാത്രം ഒരു രീതിയിലുള്ള മെയിൻ്റനൻസും നടത്താതെ ഇവിടെ വളരെയധികം ബ്ലോക്ക്, സാധാരണ ഈ ഒരു കാലയളവിൽ മുഴുവൻ സ്ഥലങ്ങളിലും മെയിൻ്റനൻസ് നടത്തണമെന്നുള്ള നിയമം ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അവസ്ഥ ഉള്ളപ്പോൾ പോലും ഇത് ഒന്നും ചെയ്യാതെ വളരെ ഇവിടുത്തെ മൂവാറ്റുപുഴക്കാരെ മാത്രമല്ല, ഇതിലെ യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാരെ വരെ അതുപോലെ തന്നെ യാത്രക്കാരെ വരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥ പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP രേഖപ്പെടുത്തുകയാണ്. MLA അടക്കമുള്ള ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങി എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുകൾ കാൽനട യാത്രക്കാർക്കടക്കം അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മഴ പെയ്ത് ചെളി നിറയുന്നതോടെ യാത്രക്കാർ തെന്നി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.